നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ വിപിൻ അതിൽ ഇടപെട്ടെന്നേ ഉള്ളൂ. എന്ത് തന്നെയായാലും ഇങ്ങനെയാണോ അവനൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്? അവൻ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു. ഇതിപ്പോ അവൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. എന്തു തന്നെയായാലും അവൻ താലി ചാർത്തിയ പെണ്ണ പല്ലവി. അവന്റെ ഭാര്യ അവളെ അവൻ തല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അതൊരിക്കലും പാടില്ല. എന്ത് തലപോകുന്ന വിഷയമാണെങ്കിലും അത് മാന്യമായി സംയമനത്തോടെ സംസാരിച്ച് പരിഹരിക്കണം. അല്ലാതെ ഭാര്യയെ തല്ലി അനുസരിപ്പിക്കുന്നൊന്നും ഒരു മിടുക്കല്ല. അത് ആണത്വമല്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം ബഹുമാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത് പുറത്തൊരാളും അറിയരുത്. മൂന്നാമതൊരാളെ അതിൽ ഇടപെടുത്തുകയും ചെയ്യരുത്. അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ 4 ചുമരുകൾക്കുള്ളിൽ അവർ തന്നെ തീർക്കണം. വിപിൻ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വിപിൻ മാത്രമല്ല, പല്ലവി. എനിക്ക് അവനെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു. ഏതായാലും അത് ഇന്നത്തോടെ തീർന്നു. വേണ്ട, ഇനി അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം. വിപിനും അത് സംഭവിച്ചു. അങ്ങനെ കരുതിയാ മതി. വിപിൻ മാത്രല്ല ഇവിടെ തെറ്റുകാരൻ. പിന്നെ ആര്? പല്ലവിയും ഒരുപോലെ തെറ്റുകാരിയാ. അതുകൊണ്ട് വിപിനെ മാത്രം പഴിക്കണ്ട. അവനോട് പിണങ്ങും വേണ്ട. അവനൊന്ന് തണുക്കട്ടെ. അവൻ ചെയ്ത തെറ്റുകൾ സാർ അവനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. അവൻ കാരണം സാറിന് ഇപ്പോഴുണ്ടായ വിഷമം അത് സാർ അവനെ അറിയിക്കണം. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വിപിൻ സാറിന് മുമ്പിൽ പശ്ചാത്തപിക്കും. സാർ, എനിക്ക് ഉറപ്പുണ്ട് വിപിനെ കുറിച്ച് സാറിന്റെ മനസ്സിലുള്ള ചിത്രത്തിന് അതിന് അവനായിട്ട് ഒരിക്കലും ഒരു മങ്ങൽ ഏൽപ്പിക്കില്ല. പാർവതി, നിനക്കെങ്ങനെ വിപിനെ പിന്തുണച്ച് സംസാരിക്കാൻ സാധിക്കുന്നു? നിന്റെ സഹോദരിയെ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം അവളെ ചതിക്കാൻ നോക്കിയവനാ വിപിൻ. അത് നീ മറന്നു പോകരുത്. നിവർത്തികേടുണ്ടല്ലേ അവൻ പല്ലവി വിവാഹം കഴിച്ചത്. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പല്ലവി ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ജാസ്മിനെ ആയിരിക്കില്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അവൻ ചെയ്തത് ഒരിക്കലും മാന്യതയും മര്യാദയുള്ള പ്രവൃത്തിയല്ല. അതുകൊണ്ട് പാർവതി ദയവ് ചെയ്ത് ഇനി അവന് വേണ്ടി വാദിക്കരുത്, പ്ലീസ്. ഒരു തെറ്റും ചെയ്യാത്ത വിപിനെയോ വിശാൽ സാർ ഇപ്പൊ വെറുക്കുന്നത്. നാളെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്റെ സഹോദരിയാണെന്ന് വിശാൽ സാർ അറിഞ്ഞ എന്തായിരിക്കും സാറിന്റെ പ്രതികരണം? അന്നേരം വിശാൽ സാർ പല്ലവിയോട് ഒരിക്കലും ക്ഷമിക്കില്ലല്ലോ. ഇല്ല, അത് തീർച്ചയായും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.